നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ബോഫോഴ്സ് കേസിൽ പുനരന്വേഷണം വരും. ഇതിനു മുന്നോടിയായി അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് CBI അമേരിക്കയെ സമീപിച്ചു. ഡൽഹിയിലെ പ്രത്യേക കോടതിയുടെ ലെറ്റർ റൊഗേറ്ററിയാണ് CBI അമേരിക്കയ്ക്ക് അയച്ചത്. ഒരു കേസ് സംബന്ധിച്ച വിവരങ്ങൾ തേടി ഒരു രാജ്യത്തെ കോടതി മറ്റൊരു രാജ്യത്തെ കോടതിയിലേക്ക് അയക്കുന്ന രേഖാമൂലമുള്ള അഭ്യർത്ഥനയാണ് ലെറ്റർ റൊഗേറ്ററി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ നടന്ന ബോഫോഴ്സ് തോക്കിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമെന്ന് അമേരിക്കൻ സ്വകാര്യ കുറ്റാന്വേഷകനായ മൈക്കിൾ ഹെർഷ്മാൻ 2017 വെളിപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് സർക്കാരുകൾ അന്വേഷണം വഴിതിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും CBIയുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നും പറഞ്ഞിരുന്നു. 1986 മാർച്ച് 24 സ്വീഡിഷ് ആയുധ കമ്പനിയായ എബി ബോഫോഴ്സിൽ നിന്ന് 155 mm ഹൊവിറ്റ്സർ തോക്കുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ കരാറുണ്ടാക്കിയത്. 1437 കോടിയുടെ ഇടപാടിനായി രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കുമായി 64 കോടി കോഴ നൽകിയെന്നായിരുന്നു ആരോപണം. 1989 പ്രതിപക്ഷം ബോഫോഴ്സ് അഴിമതി തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാക്കിയതോടെ രാജീവും കോൺഗ്രസും പുറത്തായി. 1980 CBI കേസ് ഏറ്റെടുത്തു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 1991 മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഇറ്റാലിയൻ വ്യവസായിയും ബോഫോഴ്സ് ഇടനിലക്കാരനുമായ ഒട്ടേവിയോ ക്വാത്രോച്ചി, മുൻ പ്രതിരോധ സെക്രട്ടറി SK ഭട്നഗർ, ബോഫോഴ്സ് മേധാവി മാർട്ടിൻ ആർട്ട്ബോ, ബോഫോഴ്സ് കമ്പനി ഇടനിലക്കാരനായ വിൻ ഛദ്ദ എന്നിവരെ പ്രതികളാക്കി. 1999 CBI കുറ്റപത്രം സമർപ്പിച്ചു. 2000 ഹിന്ദുജ സഹോദരന്മാരെ ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. 2004 ഫെബ്രുവരിയിൽ ഡൽഹി ഹൈക്കോടതി രാജീവ് ഗാന്ധിയെ ഒഴിവാക്കി. ക്വാത്രോച്ചി 2013 ജൂലൈയിൽ മിലാനിൽ വെച്ച് മരിച്ചു. സുപ്രീം കോടതിയിൽ ബോഫോഴ്സ് അഴിമതി കേസ് അന്വേഷിക്കുന്ന അഭിഭാഷകൻ അജയ് അഗർവാൾ വ്യാഴാഴ്ച സ്വകാര്യ അന്വേഷകനായ മൈക്കിൾ ഹെർഷ്മാനുമായി ഒരു വാട്സാപ്പ് കോളിലൂടെ സംഭാഷണം നടത്തിയതായി വെളിപ്പെടുത്തി. 1980കളിലെ 64 കോടി രൂപയുടെ ബോഫോഴ്സ് കൈക്കൂലി അഴിമതിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. കേസിനെക്കുറിച്ച് തന്റെ കൈവശമുള്ള പുതിയ വിവരങ്ങൾ പങ്കിടാൻ ഹെർഷ്മാൻ അമേരിക്കയിൽ അഗർവാളിനെ കാണാൻ സമ്മതിച്ചു എന്നറിയിച്ചു. സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഹെർഷ്മാന്റെ പോസിറ്റീവ് പ്രതികരണത്തെയും കേസ് കൂടുതൽ കാണാനും ചർച്ച ചെയ്യാനുമുള്ള സന്നദ്ധതയും പകർത്തുന്നുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരുവാൻ സർക്കാർ കാര്യമായ നടപടിയെടുക്കാതെ തന്നെ ബോഫോഴ്സ് വിഷയം ദീർഘകാലം നീണ്ടുനിന്നതായി അദ്ദേഹം ഊന്നി പറഞ്ഞു. അഭിഭാഷകനായ അജയ് അഗർവാൾ സുപ്രീം കോടതി അഭിഭാഷകനും രാഷ്ട്രീയക്കാരനുമാണ്. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു. അവിടെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെ നേരിട്ടു, പക്ഷേ പരാജയപ്പെട്ടു. ഫെയർഫാക്സ് ഗ്രൂപ്പിന്റെ തലവനായ ഹെർഷ്മാൻ 2017 ഇന്ത്യ സന്ദർശിക്കുകയും അന്നത്തെ കോൺഗ്രസ് സർക്കാർ ബോഫോഴ്സ് കേസിന്റെ അന്വേഷണം പാളം തെറ്റിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു. തന്റെ താമസത്തിനിടെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം അന്നത്തെ സർക്കാർ പാളം തെറ്റിച്ചുവെന്ന് ആരോപിച്ച അദ്ദേഹം വിവിധ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും CBIയുമായി വിശദാംശങ്ങൾ പങ്കിടാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. കറൻസി നിയന്ത്രണ നിയമങ്ങളുടെ ലംഘനങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും അന്വേഷിക്കാൻ 1986 ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം തന്നെ നിയമിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. അവയിൽ ചിലത് ബോഫോഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഏജൻസികളുമായി വിവരങ്ങൾ പങ്കിടാനുള്ള സന്നദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചു. 1980കളുടെ തുടക്കത്തിൽ പാകിസ്ഥാനുമായുള്ള അമേരിക്കൻ പ്രതിരോധ കരാറുകൾ ഇന്ത്യൻ സൈന്യത്തെ സ്വന്തം നവീകരണങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ പുതിയതായി ഏറ്റെടുത്ത F-16 യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ 155 mm ഹോവിസ്റ്റർ സംവിധാനം ഉൾപ്പെടെ അന്നത്തെ പ്രതിരോധ സെക്രട്ടറി SK ഭട്നഗറിന്റെ കീഴിൽ ഒരു നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1985 നവംബറിൽ ഏറ്റവും മികച്ച ഹോവിറ്റ്സർ തെരഞ്ഞെടുക്കുന്നതിന് സ്വീഡിഷ് നിർമ്മാതാക്കളായ AB ബോഫോഴ്സിനെയും ഫ്രാൻസിന്റെ സോഫ്മയെയും ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. സോഫ്മയുടെ ഉൽപ്പന്നം ഫീൽഡ് ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 1986 മാർച്ചിൽ ബോഫോഴ്സ് തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 ഉടനീളം ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാമും ബോഫോഴ്സ് കരാറിനെ കുറിച്ച് ചർച്ച ചെയ്തു. സ്വീഡിഷ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നയിക്കുന്ന സർക്കാരിന് രാഷ്ട്രീയമായി ചെലവേറിയേക്കാവുന്ന ഗണ്യമായ പിരിച്ചുവിടലുകൾ ഒഴിവാക്കണമെങ്കിൽ ബിസിനസ് അത്യന്തം ആവശ്യമുള്ള ബോഫോഴ്സ് എന്ന കമ്പനിക്ക് കരാർ ഉറപ്പിക്കാൻ പാം ആഗ്രഹിച്ചു. മറുവശത്ത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച കരാറുകൾക്ക് കമ്മീഷനുകളോ ഏജൻസി ഫീസോ നൽകേണ്ടതില്ല എന്ന ഇന്ത്യൻ സർക്കാരിന്റെ നയം പാലിക്കുന്നതിന് കരാറിന്റെ ആവശ്യകതയായി ഇടനിലക്കാരെയും ഏജന്റുമാരെയും ഒഴിവാക്കണമെന്ന് രാജീവ് ഗാന്ധി നിർബന്ധിച്ചു. 1986 ജനുവരിയിൽ കരാർ അന്തിമമാക്കാൻ പാം ന്യൂഡൽഹിയിൽ രാജീവ് ഗാന്ധിയെ കണ്ടു. സ്വീഡിഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടായ
410 ബോഫോഴ്സ് ഹോവിസ്റ്ററുകളുടെ $1.4 ബില്യൺ ഓർഡർ മാർച്ചിൽ ബോഫോഴ്സിന് ലഭിച്ചതിനാൽ പാമിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു. തീരുമാനമെടുക്കലിന്റെ അവസാന ഘട്ടങ്ങൾ അസാധാരണമാംവിധം തിടുക്കത്തിലായിരുന്നു. ബോഫോഴ്സിന് അനുകൂലമായി ഭട്നാഗർ കമ്മിറ്റിയുടെ ശുപാർശയും രാജീവ് ഗാന്ധിയുടെ ഒപ്പും കഴിഞ്ഞ് വെറും 2 ദിവസങ്ങൾ മാത്രം. 1987 സ്വീഡിഷ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത ഡാഗൻസ് എക്കോ എന്ന പരിപാടിയോടെയാണ് ഈ അഴിമതി പുറത്തു വന്നത്. മുൻ ബോഫോഴ്സ് ജീവനക്കാരനും ഇപ്പോൾ വിസിൽ ബ്ലോവറുമായ ഇഗ്വൽ ബ്രാറ്റിന്റെ സാക്ഷ്യത്തെ അടിസ്ഥാനമാക്കി ഹോവിസ്റ്റർ കരാർ നേടിയെടുക്കാൻ ബോഫോഴ്സ് ഉന്നത ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ചു. ഈ നിമിഷം മുതൽ ബോഫോഴ്സും സ്വീഡൻ ഇന്ത്യൻ സർക്കാരുകളും ഈ കേസ് അടിച്ചമർത്താനും നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്താനുമുള്ള ഒരു പ്രചാരണം ആരംഭിച്ചു. മിക്കവാറും എല്ലാ അന്വേഷണങ്ങളും തടസ്സപ്പെടുത്തുകയും പതിറ്റാണ്ടുകളായി വൈകിപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ കരാർ പൂർത്തിയാക്കുന്നതിന് 1 മാസം മുമ്പ് ഇതുവരെ വിശദീകരിക്കാനാകാത്ത ഒരു കൊലപാതകത്തിൽ പാം കൊല്ലപ്പെട്ടു. 1991 രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടു. ഇത്തവണ ശ്രീലങ്കൻ തമിഴ് വിഘടനവാദ സംഘടനയായ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം LTTE കൈകളാൽ. ഇന്ത്യയിലും സ്വീഡനിലും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലെ ഉയർച്ച കാരണം അന്വേഷണങ്ങൾ തുടർന്നു. ബോഫോഴ്സ് അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തമായ ഒരു വിഷയമായി തുടരുന്നു. ആയുധ വ്യാപാരത്തിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ ഒരു സർക്കാർ എങ്ങനെ അട്ടിമറിച്ചേക്കാം എന്നതിന്റെ ഉദാഹരണമായും ഇത് നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.